അപ്പവും മാളുവും സ്കൂളിൽ പോയ കഥ, അപ്പവും മാളുവും ഊഞ്ഞാലടിയ കഥ, പായസം കുടിച്ച കഥ. അങ്ങനെ അങ്ങനെ ടീച്ചറിന് അപ്പപ്പം മനസ്സിൽ തോന്നുന്ന ഓരോരോ ടൈറ്റിലുകൾ. 5 or 6 വയസ്സുള്ളൊരു ചെക്കനെ ഉറക്കാൻ, കഷ്ടിച്ച് 1 or 1.5 വയസ്സുള്ള 2 കുട്ടികളുടെ പേരിൽ കഥയുണ്ടാക്കി പറയുന്ന ടീച്ചമ്മ ടീച്ചറിന്റെ ഭാവനാവിലാസത്തെപ്പറ്റി പിന്നീട് ഞാൻ ടീച്ചറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ടീച്ചറാള് കൊള്ളാലോ. ഇനി കാണുമ്പോ ഞാൻ ഉറപ്പായി ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ആ കഥകളിൽ ബാക്കി വല്ലതുണ്ടെങ്കിൽ എനിക്കും കേൾക്കണമെന്നുണ്ട്. അയ്യോ, ചതിച്ചേക്കല്ലേ. ഞാനിതൊക്കെ തന്നോട് പറഞ്ഞു എന്നറിഞ്ഞ ടീച്ചർ എന്നെ പഞ്ഞിക്കിടും. സംഭവം ബെഡായി കഥകളാണെങ്കിലും അപ്പുവിന്റെയും മാളുവിന്റെയും കഥ മറ്റേത് കഥയേക്കാളും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പറഞ്ഞു വന്നത്, എന്റെ കുട്ടിക്കാലം മുതൽക്കേ അറിഞ്ഞോ അറിയാതെയോ എന്റെ ലൈഫിനോട് ചേർന്ന് നിന്ന 2 പേരുകളായിരുന്നു അപ്പുവും മാളുവും. പിന്നീട് എപ്പോഴോ വളർച്ചയുടെ പല ഘട്ടങ്ങളിൽ എവിടെയോ എനിക്ക് അപ്പുവിനെയും മാളുവിനെയും മിസ്സായി. വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അതേ വ്യക്തികൾ ഒരു നിയോഗം പോലെ വീണ്ടും എൻ്റെ ജീവിതത്തിൽ കണക്റ്റഡ് ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, അപ്പുവിനെ ആദ്യം കണ്ടപ്പോൾ തന്നെ ആ കുട്ടിയിൽ എന്തൊക്കെയോ പ്രത്യേകതകൾ തോന്നിയിരുന്നു. ഞാൻ അന്ന് പറഞ്ഞ സാറാ മറിയയുടെ മറ്റൊരു പതിപ്പ്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരുന്നു മാളുവുമായിട്ടുള്ള ഫസ്റ്റ് മീറ്റിംഗ്. തനിക്ക് ഓർമ്മയുണ്ടോ, തന്നെ ഞാൻ ആദ്യം കണ്ടത് മമ്മിയുടെ കയ്യിലേക്ക് ബോധം കെട്ട് തളർന്നു വീഴുന്ന ഒരു സീനില്. പിന്നീട് തൻ്റെ പൾസ് പരിശോധിക്കുന്ന സമയത്ത് മയങ്ങിക്കിടന്ന തൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ മനസ്സിൽ പണ്ട് കേട്ട കഥയിലെ മാളുവിന് ഒരു സുന്ദരി മാലാഖയുടെ മുഖമാണെന്ന് തോന്നി. ഇപ്പൊ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഇതേ ആളുടെ മുഖം. ഇനി ഞാൻ വളച്ചു കിട്ടുന്നില്ല. മാളവിക എന്ന മാളുവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹമുണ്ട്. എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എനിക്കിങ്ങനെയൊക്കെ പറയാനേ അറിയൂ. എൻ്റെ ചോദ്യത്തിന് മാളവികയ്ക്ക് ഇഷ്ടമുള്ളൊരു ഉത്തരം തരാം. പക്ഷെ ഒരു കാര്യം, ഞാൻ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഒരിക്കലും നഷ്ടമാവരുത്. മാളവിക ഒന്നും പറഞ്ഞില്ല. ഉത്തരം എസ് ആണെങ്കിലും നോ ആണെങ്കിലും എന്നോട് പറഞ്ഞോളൂ. ഹലോ, മറുപടി ഒന്നും പറഞ്ഞില്ല. നമുക്ക് പോവാം ഡോക്ടർ, നേരെ ഒരുപാടായി. പോവാം, പക്ഷേ ഇപ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ഈ മൗനം ഞാനൊരു സമ്മതമായിട്ട് എടുത്തോട്ടെ? താങ്ക്സ്. പിന്നെ തൽക്കാലം ഈ പ്രപ്പോസൽ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയണ്ട. സമയമാകുമ്പോൾ ഞാൻ തന്നെ ഡെയ്സി ടീച്ചറോട് പ്രസന്റ് ചെയ്തോളാം. തൻ്റെ വീട്ടിൽ അവതരിപ്പിക്കുന്ന കാര്യം ഡെയ്സി ടീച്ചർ നോക്കിക്കോളും. എന്താടോ, എന്താ താനൊന്നും മിണ്ടാത്ത? ഒന്നുമില്ല. ഇപ്പോഴും ഇതൊക്കെ സത്യമാണെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. വിശ്വസിക്കണ്ട. തൽക്കാലം ഇത് ഡെയ്സി ടീച്ചർ ജോക്കുട്ടനെ ഉറക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത അപ്പുമാളു കഥയിലെ പുതിയൊരു ചാപ്റ്റർ ആണെന്ന് കരുതിയാൽ മതി. എന്താ, പോവാം. ഡോക്ടർ. എന്താ ഡോക്ടർ, അപ്പു ഇതൊന്നും അറിയരുത്. അറിഞ്ഞാൽ എന്താ കുഴപ്പം? വേണ്ട, അവൾ അറിയണ്ട. അറിഞ്ഞാൽ അവൾക്കത് സങ്കടാവും. ശരി,
എപ്പോഴെങ്കിലും താനായിട്ട് തന്നെ അപ്പുവിനോട് ഇത് പറഞ്ഞാൽ മതി. പോരെ? ഉം. എന്നാ വാ കേറ. മിസ്റ്റർ വിജയ് പണിക്കർ, ഒരു കാരണവശാലും നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യരുത്. Trying to reach is currently switched off. അപ്പു തന്നോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ ചോദിച്ചത്? അല്ല, ഈയിടെങ്ങാനും മാളുവിനെ കണ്ടതിനെ പറ്റി വല്ലതും? ഇല്ലല്ലോ. മാളുവിന്റെ കാര്യമൊന്നും അവളിപ്പോ സംസാരിക്കാറേ ഇല്ല. എന്തു പറ്റി? അപ്പുവും മാളുവും ജോബിനുമായി സംസാരിച്ചിരിക്കുന്ന ഒരു വീഡിയോ എനിക്കിപ്പോൾ ഒരു നമ്പറിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് കിട്ടി. കണ്ടിട്ട് ഇന്നോ ഇന്നലെയോ മറ്റോ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ക്ലിപ്പാണെന്ന് തോന്നുന്നു. ആരാ VPക്ക് സെൻഡ് ചെയ്തെന്നേ? അറിയില്ല. എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആളല്ല സെൻഡ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫാ. എവിടെ നോക്കട്ടെ. ഇതിലിപ്പോ അത്രയ്ക്ക് ടെൻഷൻ ആവേണ്ട കാര്യം എന്താ ഉള്ളത്? കുട്ടികൾ കോളേജ് വെച്ച് കണ്ടപ്പോഴെങ്ങാനും ഒന്ന് സംസാരിച്ചിട്ടുണ്ടാവും. അതെന്തോ മഹാകാര്യം പോലെ റെക്കോർഡ് ചെയ്ത് അയച്ചവരുടെ ഉദ്ദേശം എന്താന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. കോളേജിൽ വെച്ചല്ല അപ്പു മാളും മീറ്റ് ചെയ്തിരിക്കുന്നത്. ജോബിന് ക്യാമ്പസിൽ പോകേണ്ട കാര്യമില്ലല്ലോ. വീഡിയോയിൽ നിന്ന് അത് മറ്റെവിടെയോ വെച്ച് ഷൂട്ട് ചെയ്താന്ന് വ്യക്തമാണ്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ അതിലെന്താ VP പ്രശ്നം? അപ്പവും മാളും തനിച്ചല്ലല്ലോ, കൂടെ ജോബിനും ഇല്ലേ? ജോബിനും മാളും എവിടെയെങ്കിലും വെച്ച് അപ്പുവിനെ കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ അങ്ങോട്ട് ആശങ്കപ്പെടേണ്ട കാര്യം എന്താ? ദാ ഭരണങ്ങാനത്തുനിന്ന് ആ കുര്യച്ചൻ വിളിച്ചിരുന്നു. അന്ന് പറഞ്ഞ ആ പ്രപ്പോസലിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ. നിന്നോട് ആലോചിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനം അറിയിക്കാനാ കുര്യച്ചൻ പറയുന്നത്. ഹലോ ഡോക്ടർ സാറേ, ഞാൻ ഈ വായിട്ടടിക്കുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ? മമ്മി എന്താ ചോദിച്ചേ? കുന്തം. എന്റെ മോൻ ഏത് സ്വപ്നലോകത്താ? ഈയിടെയായിട്ട് നിനക്ക് സ്വപ്നം കാണൽ ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ആരാണാവോ മനസ്സില്? ഞാൻ സ്വപ്നം കണ്ടൊന്നുമല്ല, എന്തോ ആലോചിച്ചിരുന്നു പോയി. ഇനി പറ മമ്മി എന്താ അങ്ങനെ ചോദിച്ചേ? ആ പ്രപ്പോസലിന്റെ കാര്യം എന്തായെന്ന് അറിയാൻ കുര്യച്ചൻ ഇന്നും വിളിച്ചിരുന്നൂന്ന്. അയാൾ എന്തിനാ പിന്നെ വിളിക്കുന്നേ? എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. നീ ഇങ്ങനെ അർത്ഥമുറച്ചു പറഞ്ഞെന്ന് കരുതി എനിക്കങ്ങനെ പറ്റില്ലല്ലോ.
ഒന്നുമില്ലെങ്കിലും ബന്ധം വെച്ച് നോക്കുമ്പോ അങ്ങേര് നിന്റെ വല്യപ്പച്ചനായിട്ട് വരും. ഓ പിന്നെ ഒരു വല്യപ്പച്ച വന്നിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത വല്യപ്പച്ചന്മാരും കൊച്ചാപ്പന്മാരും ഒക്കെ ഇപ്പൊ എവിടെന്നാ പൊട്ടിമുളച്ചത്? അതെ, എനിക്ക് വേണ്ടി ആരും അങ്ങനെ പെണ്ണന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ടെന്ന് മമ്മി പറഞ്ഞേക്ക്. ഇനി മമ്മിക്ക് എന്തെങ്കിലും അയാളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേക്ക് പോരെ? വേണ്ട വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. അല്ല, അതവിടെ നിൽക്കട്ടെ. എന്താ മോന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യമാ ചോദിച്ചത്. കൂട്ടും കുടുംബം ഒന്നും വേണ്ടാന്നാണോ അതോ പറ്റിയ ആളെ നീ തന്നെ കണ്ടുപിടിച്ചോളാന്നാണോ? ദേ ചെറുക്ക, മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്നോട് തുറന്നു പറഞ്ഞോണം. അല്ലാതെ തന്നിഷ്ടം വല്ലതും കാണിക്കാനാണെങ്കിൽ എന്റെ കയ്യിന്ന് വല്ലതും വാങ്ങിക്കും നീ പറഞ്ഞേക്കാം. എന്താടാ ചിരിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നിന്റെ മനസ്സില്? അങ്ങനെ ചോദിച്ചാ ഒരാളുണ്ട്. ഒരാളുണ്ടെന്നോ? എങ്കിൽ ആരാത്? അത് ഞാൻ ഇപ്പൊ പറയില്ല. മമ്മി വേണമെങ്കിൽ ഗസ് ചെയ്തോ. കറക്റ്റ് ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം പോരെ? അങ്ങനെ നീ കഷ്ടപ്പെട്ടൊന്നും സമ്മതിക്കണ്ട. നിന്റെ മനസ്സിൽ ആരാണെന്ന് എനിക്കറിയാം. എന്നാ പറ, ആരാ? ആളെ ഞാൻ പറഞ്ഞ നീ സമ്മതിക്കുമെന്നല്ലേ പറഞ്ഞേ? മമ്മിയാണ് സത്യം, സമ്മതിക്കും. മാളവികയല്ലേ നിന്റെ മനസ്സില്? എന്താ, എന്റെ ഊഹ ശരിയല്ലേ? പറയടാ. മമ്മിക്ക് അതെങ്ങനെ മനസ്സിലായി? ഓ, അത് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാൻ ഈ നാട്ടുകാരിയൊന്നും അല്ലല്ലോ. എടാ ചെറുക്ക, നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് തുടക്കത്തിലേ എനിക്ക് മനസ്സിലായി കേട്ടോ. അല്ല, നീ ഈ കാര്യം മാളവികയോട് സംസാരിച്ചിട്ടുണ്ടോ? അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പൊ എന്തായിരുന്നു ആ കുട്ടിയുടെ റിപ്ലൈ? ആ കുട്ടിക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. തോന്നുന്നേ ഉള്ളോ? ഉറപ്പൊന്നുമില്ലേ? ആ, എനിക്ക് അത്രയ്ക്കൊക്കെ അറിയൂ. കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഡെയ്സി ടീച്ചർ എന്നെ അങ്ങ് ചോദിച്ചാൽ മതി. ഓ, എന്തൊക്കെ അറിയണം. നീ ഇങ്ങനെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആഹാ, വിജയോ? വരൂ വരൂ, കയറി വാ, ഇരിക്ക. ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. എന്താ രാവിലെ തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഇവിടേക്ക് വരാൻ തന്നെ ഇറങ്ങിയതാണോ? അതോ വേറെ എവിടെങ്കിലും പോകുന്ന വഴി ഇവിടെയും കയറാന്ന് കരുതിയതോ? ഇവിടേക്ക് തന്നെ വന്നതാ ഡേസി. എനിക്ക് ജോബിനൊന്ന് കാണണമായിരുന്നു. ആളെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ കാണാമല്ലോ എന്ന് കരുതിയാ രാവിലെ തന്നെ ഇറങ്ങിയത്. ആള് പോയിട്ടില്ലല്ലോ? ഇല്ല, അവന് പോകാൻ സമയമാകുന്നതേ ഉള്ളൂ. ഏതായാലും ജോബിനെ കാണാനെങ്കിലും വിജയ്ക്ക് ഇവിടെ വരാൻ തോന്നിയല്ലോ. അല്ല, ഇപ്പൊ ക്ലാസ്സിലൊന്നും പോകുന്നില്ലേ? പഴയതുപോലെ ഫുൾ ടൈം ഇല്ല. ആഴ്ചയിൽ 1-2 ക്ലാസ് മാത്രം, അതും ക്രാഷ് കോഴ്സുകാർക്ക്. പതിയെ അത് നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതെന്താ? വിജയ്ക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയിരുന്നില്ലേ അത്? പിന്നെന്താ വൈൻഡപ്പ് ചെയ്യാൻ ആലോചിക്കുന്നത്? മടുപ്പായി തുടങ്ങിയോ? മടുപ്പായിട്ടല്ല ഡേസി, സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുന്നല്ലേ ഭംഗി. ഇപ്പൊ തന്നെ വല്ലാതെ പതറി തുടങ്ങിയിരിക്കുന്നു. ജോലിയോട് നീതി പുലർത്താൻ പറ്റിയില്ലെങ്കിൽ അത് വെച്ച് മതിയാക്കുന്ന തന്നെ നല്ലത്. ആ, ഗീതയും അപ്പു ഒക്കെ എന്തു പറയുന്നു? എന്തു പറയാൻ, ഇങ്ങനെ പോകുന്നു. അപ്പു കോളേജിൽ പോയി തുടങ്ങിയോ? ക്ലാസ്സിന് ചെല്ലാറില്ലെന്ന് ഇടയ്ക്ക് മാളവിക ജോബിനോട് പറഞ്ഞതായി കേട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കോളേജിൽ പോയി തുടങ്ങുന്ന അവള് പറയുന്നു.
ഞാനും പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. പഴയതുപോലെ എല്ലാവരും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ടൈം അവൾക്കും വേണമല്ലോ. വിജയ്, തുറന്നു ചോദിക്കുന്നതിൽ ഒന്നും തോന്നരുത്. അപ്പുവിന്റെ മനസ്സ് പൂർണ്ണമായും പഴയ അവസ്ഥയിലേക്ക്, ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥയിലേക്ക് തന്നെ അവൾ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് വിജയും ഗീതയും പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? വൈ നോട്ട്? അക്കാര്യം അപ്പു തന്നെ ഞങ്ങളോട് സമ്മതിച്ചാ ടീച്ചർ. ആ കാര്യത്തിൽ ഗീത അവളെ നന്നായി സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞല്ലോ, പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ എല്ലാവരും ഒന്ന് ഫേസ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടി വരും. പിന്നെ അതിനിടയിൽ അവളുടെ മനസ്സിനെ ശല്യപ്പെടുത്തുന്നതോ കൺഫ്യൂസ് ചെയ്യിക്കുന്നതോ ആയ കൂട്ടുകെട്ടോ കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതി. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ല, ജോബിനെ കണ്ടില്ലല്ലോ. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു. അവൻ ചിലപ്പോ പോകാൻ റെഡിയാകുന്നതിന്റെ തിരക്കിലാവും. അതാ വിജയ് വന്ന കാര്യം അറിയാത്തത്. വിജയ് ഇരിക്കെ, ഞാനിപ്പോ വിളിക്കാം. നീ ഇതുവരെ റെഡിയായില്ലേ ജോ? ധൃതിയില്ല മമ്മി. ഇന്ന് OT ഇല്ലാത്തതുകൊണ്ട് സാധാരണ ടൈമിൽ പോയാൽ മതി. നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ആരാ മമ്മി? അത് ഈ രാവിലെ തന്നെ? വിജയ് വന്നിട്ടുണ്ട്. നിന്നെ അത്യാവശ്യമായി കണ്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. എന്താ ജോ, നിന്റെ അറിവിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയതുകൊണ്ടാവുമല്ലോ വിജയ് ഇത്ര രാവിലെ നിന്നെ കാണാൻ വന്നത്. ഞാനും അതാ മമ്മി ആലോചിക്കുന്നത്. വിഷയം അപ്പുവുമായി റിലേറ്റ് ചെയ്താവൂന്ന് ഉറപ്പാ. മമ്മിയോട് ഇതിനെപ്പറ്റി ഒന്നും സൂചിപ്പിച്ചില്ലേ? നിന്നെ കാണണമെന്നല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞില്ല. ഞാനായിട്ട് അപ്പുവിന്റെ കാര്യം അങ്ങോട്ട് ചോദിച്ചു. അപ്പുവിന്റെ മനസ്സ് പൂർണ്ണമായിട്ട് മാറിയെന്ന വിജയ് ഇപ്പോഴും തറപ്പിച്ചു പറയുന്നത്. അത് അങ്കിളിന്റെ വെറും തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ മമ്മിയോട് പറഞ്ഞതല്ലേ. പക്ഷേ അങ്കിളിന് അപ്പുവിന്റെ കാര്യമൊന്നും അറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ നീയായിട്ട് അതൊന്നും അറിയിക്കാൻ നോക്കണ്ട. ഈ കാര്യത്തിൽ അയാളുടെ മനസ്സ് ആകെ പിടിവിട്ട് നിൽക്കുകയാണെന്ന് നിനക്ക് ഓർമ്മ വേണം. അതുമാത്രമല്ല, വിജയ് ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അത് നീ മറക്കരുത്. മമ്മി ടെൻഷൻ ആവണ്ട. അങ്കിള് വന്നത് എന്ത് കാര്യം പറയാനാണെങ്കിലും വേണ്ട രീതിയിൽ ഞാനത് ഡീൽ ചെയ്തോളാം. എനിക്കൊരു പേടിയുണ്ട് ജോ. അപ്പുവിന് സർജറിയുടെ കാര്യം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നീയാണല്ലോ സർജനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. ഇനി ചിലപ്പോ അത് വല്ലതും അറിഞ്ഞിട്ടാണോ വിജയ് ഇങ്ങോട്ട് വന്നത്? അങ്ങനെയൊന്നും അല്ലായിരിക്കും. ഏതായാലും വിജയെ പ്രോവോക്ക് ചെയ്യാൻ തരത്തിൽ ഒന്നും നിന്റെ ഭാഗത്തുനിന്നുണ്ടാകരുത്. അഥവാ ഇനി നമ്മൾ സംശയിക്കുന്നത് പോലെ സർജന്റെ കാര്യമാണ് വിഷയമെങ്കിൽ അപ്പുവിനെ അതിന്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണെന്ന് നീ പറഞ്ഞാ മതി. നീ വേഗം താഴേക്ക് വാ. വിജയ് നിന്നെ വെയിറ്റ് ചെയ്യാം. ജോബിന് പോവാനുള്ള ടൈമായോ? സോറി, വരുന്ന കാര്യം പെട്ടെന്ന് തീരുമാനിച്ചതാ. അതാ മുൻകൂട്ടി അറിയിക്കായിരുന്നത്. അത് സാരമില്ല അങ്കിൾ. 9:30 റിപ്പോർട്ട് ചെയ്താൽ മതി. നമുക്ക് സംസാരിക്കാൻ സമയമുണ്ട്. അങ്കിള് പറഞ്ഞു. നിങ്ങൾ സംസാരിക്കേ, ഞാൻ പിന്നെ വരാം. എനിക്ക് പറയാനുള്ളത് ഡേയ്സി കൂടി കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് വേണ്ട, നിങ്ങൾ സംസാരിക്കേ. ഞാൻ ജോബിന്റെ സമയം കളയുന്നില്ല. നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പുവിന്റെ കാര്യത്തിൽ നടന്നതൊക്കെ ജോബിൻ വളരെ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ എനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടായ വ്യക്തിപരമായ നഷ്ടങ്ങൾ എത്ര വലുതാണെന്നും ജോബിന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. മുരളിയും കുടുംബവുമായി ഞങ്ങളുടെ ഫാമിലിക്കുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഡെപ്ത്, അതിൻ്റെതായ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ എത്ര പറഞ്ഞാലും മറ്റൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. എങ്കിലും ജോബിൻ്റെ മമ്മിയെപ്പോലൊരാൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ അന്വേഷിച്ച് തനിക്കൊപ്പം ഈ നാട്ടിലെത്തണമെങ്കിൽ ഞങ്ങളുടെ ആ റിലേഷനെ എത്രമാത്രം ശക്തമായി ഡേസി വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. അതും എനിക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോഴും ദിവസവും ഒരു നേരമെങ്കിലും നിങ്ങളുടെ കാര്യം മമ്മി പറയാതിരിക്കില്ല.
ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ അകൽച്ചയിൽ മമ്മി അത്രയേറെ സങ്കടപ്പെടുന്നുണ്ട്. ഒരു തേർഡ് പേഴ്സണായ ഡെയ്സിയെ അത് അത്രയേറെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ രണ്ട് ഫാമിലിയെയും അത് എത്രമാത്രം ഉലച്ചിട്ടുണ്ടാവുമെന്ന് ജോബിനൊന്ന് ആലോചിച്ച് നോക്കൂ.